ഗ്രീക്ക് പുരാണത്തിലെ കരുത്തിന്റെ ദേവനായ ഹെർക്കുലീസിന്റെ നാമധേയം സ്വീകരിച്ചുകൊണ്ട് വെമ്പായ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് നമുക്ക് മുന്നിൽ. ആവേശമുണർത്തുന്ന ഫൈനൽ നിങ്ങൾ കയ്യടിയോടെ സ്വീകരിക്കും. മഞ്ഞയിലും പച്ചയിലും അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ഒരു ടീമിനെ നോക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കുവാൻ തോന്നുന്ന ഡ്രസ് കോഡിൽ നിന്നുകൊണ്ട് ഹെർക്കുലീസ് എങ്കിൽ ഇതാ മനോഹരമായ ഒരു കിരീടത്തിന്റെ അടയാളം ചെസ്റ്റിൽ. കിരീടം നമുക്കറിയാം വില കൂടിയ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമായ വട്ടത്തിലുള്ള ശിരസിൽ അണിയുന്ന ആഭരണമാണ് കിരീടം. ഇതാര് ചൂടും ഇവിടുത്തെ ചോദ്യമാണ്. അവിടെ ന്യൂസ് സെൻസേഷണലുകളായ വൈക്കം ചന്ദ്രവിളെ കാണ്ടാക്കടയോ 109 കിരീടത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ദേശത്ത് നിന്ന് നമ്മൾ എത്തിച്ചേർന്ന് ആയൊരു പാലത്തിന് തൊട്ടമണിയും പളത്തോട്ട് മനോഹരമായ വഴിത്താരകൾ കടന്നു വന്ന് ഇതാ എത്തിച്ചേർന്ന പുൽഗിരിയുടെ അംഗത്തിലേക്ക് ഹെർക്കുലീസ് സ്വഭാവമോ ആര് കിരീടം ചൂടുമെന്നറിയാനുള്ള അഖില തിരുവനന്തപുരം ഫൈനൽ ദേശീയ നാടിന്റെ ഹെഡ് ക്വാർട്ടറിൽ നടക്കുന്ന കാര്യത്തിൽ ക്ഷണിക്കുന്നു. പോരാട്ടങ്ങൾ ഇതാ പുരോഗമിക്കുകയാണ്. ആവേശത്തിമിർപ്പിൽ പോർക്കളത്തിൽ കാലിരുമ്പിന്റെ കരുത്തുമായി കാൽപാദങ്ങൾ ഉറപ്പിച്ച് ചകരിനാൽ കോർത്തെടുത്ത പടത്തിൽ സിംഹയജ്ഞത്തോട് ആദ്യം വലിച്ച 1000 പേരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കൈക്കരുത്തും കൈക്കരുത്തും സ്വന്തമാക്കിയവർ ബലാബല പരീക്ഷണത്തിനായി കച്ചകടക്കണം. ആ ഫൈനൽ പോരാട്ടം കലാശഭരണത് കൈയടിച്ച് സ്വീകരിക്കും. എരിയുന്ന കടലിൽ കാര്യം വെട്ടി വെട്ടിരുമ്പ് കൊണ്ട് കൊത്തി കൊത്തുപണിയിലൂടെ കടഞ്ഞെടുത്ത ഒരു കമ്മഷ്ണിയും അടിമതറാത്ത പാദച്ചുവടുകളുമായി ശ്വാസമടക്കി പിടിക്കുന്ന കാണികളുടെ കൗതുകം സമ്മാനിച്ചുകൊണ്ട് കൊണ്ടും കാറ്റിലും ആടിയുലയാത്ത മനക്കരുത്തുമായി പർവ്വതങ്ങളൊക്കെ നിലയുറപ്പിച്ച പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ പരിധി വിജയിക്കുവാൻ പരിശ്രമത്തിൽ അറിഞ്ഞിരുന്ന കൈക്കരുത്തിലൂടെ ഗോതയിലേക്ക് ഇറങ്ങിയ മല്ലന്മാർ കൈയടിച്ചവர்கள் ഇതാ വിഷ്ണു നിസാര സന്തോഷ് സജോ സുനിൽ നൂർദീൻ ഷബിൻ ഉജ്ജ്വല കോച്ചായ MK എന്ന മഴുകു ആവേശത്തിന്റെ തീപ്പന്തങ്ങളായി മാറിയിരിക്കുന്നു. ശൂതമായ യൗവനത്തിന്റെ കരുത്തും മത്സരം വളത്തിന് സമ്മാനിച്ചുകൊണ്ട് വൈബി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഫിൽഗിരി അണിയിച്ചൊരുക്കി അനിൽകുമാർ മെമ്മോറിയൽ എവർഗ്രീൻ ട്രോഫി ആര് മുത്തമിടുമെന്ന് അറിയുവാൻ സുപ്രീം പവർ ഫൈനൽ തുടരുകയാണ്. ആവേശത്തിന്റെ തീപ്പന്തങ്ങളായി മാറിയ വൈക്കിംഗ് ചന്ദ്രമംഗലവും ഹെർക്കുലീസ് സ്വഭാവവും നമ്മളുടെ രോമാഞ്ചം നടത്തുന്ന ഫൈനൽ ഇവിടെ തുടരുകയാണ്. കൈക്കരുത്തുള്ള മല്ലന്മാർ ഫലരേഖകൾ ഭേദിക്കുവാൻ രാക്ഷസന്മാർക്കറിയാത്ത തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്ന വനത്തിനിരുതരങ്ങളിലും പാദങ്ങൾ പടരാതെ പർവ്വതങ്ങളെ കോർത്തിണക്കി എതിർപ്പടയെ മലർത്തിയടിക്കുവാൻ വിജയ സിംഹാസനം കീഴടക്കുവാൻ ആരെയും തലയും മുറുകിയ രണ്ട് ചാമ്പ്യൻ പടകളിൽ കളി തുടരുക. വൈക്കീസ് ചന്ദ്രമോഹൻ ഒരു സൈഡിൽ ഹെർക്കുലീസ് സ്വഭായ് ശിവോന്നൊരു കൊച്ചു പയ്യൻ മുന്നിൽ നയിച്ചുകൊണ്ട് കൂടെ സുഹിത ആദർശം ടോമിയും ലലവും സജുവും രഞ്ജിത്തും സായന്തും മാറ്റി വെച്ചുകൊണ്ട് അവിടെ എല്ലാമായ കോച്ച് ബിപിൻ ദാസ് നേതൃത്വത്തിൽ വെള്ളപ്പരുന്തിനെ അടയാളമായി സ്വീകരിച്ചുകൊണ്ട് കാട്ടാക്കളുടെ ചെമ്പടാകൾ ഒരു സൈഡിൽ മഞ്ഞയിലും പച്ചയിലും അണിയൊരുകൊണ്ട് സിയോസ് മഹാദേവനെ അവരെ വെല്ലുവിളിച്ച ഹെർക്കുലീസ് എന്ന കരുത്തൻ മറു സൈഡിൽ ആര് വാഴി കോട്ടയിൽ ആര് വീഴുമെന്നറിയുവാനുള്ള രോമാഞ്ചം നടത്തുന്ന ഫൈനൽ ഇവിടെ തുടരുകയാണ്. രാജാതിരാജക്കമ്മാരുടെ ഫൈനൽ ദൃശ്യാർത്ഥിവർഗത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ്. കളിച്ചും മരിച്ചും കുറിച്ചും മാറ്റി കുറുക്കി തേച്ചുമിനിക്ക് കാച്ചിരുന്ന പേരും പെരുമയും പോരാട്ട വീര്യവും കൂട്ടുകെട്ടിയ രണ്ട് ടീമുകളാണ് നമുക്ക് മുന്നിൽ മാറ്റിവെക്കുന്നു. ഇടയും മിന്നലും കാറും പോലും മാർത്തളിച്ച ആ ആശ്രമത്തിലേക്ക് വിശ്രമത്തിനായി മടങ്ങിപ്പോയ ആ 16 മിനികുമാരന്മാർ അവസാന ആയുധ രാഗമിരിക്കുന്നുണ്ട്. ഫൈനൽ എന്ന രാജമണ്ഡലത്തിലേക്ക് രണ്ട് ടീമിന്റെയും ടെമ്പർമെന്റ്
കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളവങ്ങനെ കിറക്കിറന്ന് നിൽക്കുന്നു. ഒരു ഇരുമ്പ് ദണ്ട് പിടിച്ചു മുറുക്കി നിർത്തിയിരിക്കും. എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അലങ്കാരികമായിട്ട് പറഞ്ഞാൽ പുന്നമടയിലെ കുഞ്ഞോളങ്ങളെ പോലും തഴുകി ഉണർത്തുന്ന കാഴ്ചയാലിന്റെ പോലെയും ഇതാ കൈനേരി പുത്തൻചുടനെ പോലെ നിൽക്കുന്ന രണ്ട് പ്രഗത്ഭ ടീമുകളാണ് ഇപ്പോൾ ഇതാ ഈ വൈബി ഫിലിയുടെ അംഗത്തട്ടിൽ അതിമനോഹരമായി പോരടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആര് വാഴും ഈ കോട്ട ആര് പിടിച്ചുകൊണ്ട് എരങ്കുമാർ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിൽ ആര് മുത്തവിടുമെന്നറിയുവാനുള്ള രോമാഞ്ചം ഉണർത്തുന്ന ഫൈനൽ ഫീൽഡിൽ കളി നിയന്ത്രിച്ചുകൊണ്ട് ഷഫീഖ് കൊട്ടാരക്കരയും മനീഷ് ഓയരും അനൗൺസ്മെന്റിൽ മനോജ് കാരിയും രാജിക്രാന്തിയും ലൈജു യുവതാരയും കളി അങ്ങനെ കൊഴുക്കുകയാണ്. വാശിയേറിയ പോരാട്ടങ്ങളെ മുറിയിരിക്കുന്നു. 110ാമത് കിരീടത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അരുൺകുമാർ മെമ്മോറിയൽ ദിനേശ് ട്രോഫിക്ക് വേണ്ടിയുള്ള മനസ്സങ്ങളെ പൂത്തുമ്പി പോലെ പാറി പറപ്പിച്ചുകൊണ്ട് കിരീടം ഉയർത്തിയിരിക്കും.